ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ പോകുന്നത് ട്രിവാൻഡ്രം സൂവിലേക്കാണ്. അപ്പോൾ സൂവിലെത്തിയിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മളുള്ളത് രാജധാനി ഹോട്ടലിൽ തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ സൂവിലേക്ക് പോകുന്നത്. ഏകദേശം 70 രൂപേൻ്റെ ആ ഒരു വാടകയാണ് ഓട്ടോക്കാരൻ വാങ്ങിച്ചത്, 70 രൂപ. അപ്പോൾ അത്ര ദൂരമേ ഉള്ളൂ, 70 രൂപയുടെ ആ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൂവിലെത്തിയിട്ട് കാണാം. ഇത് ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ള ഗണപതിയുടെ അമ്പലമാണ്. അപ്പോൾ ഇത് പട്ടാളക്കാരാണ് നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതാണ് സെക്രട്ടേറിയറ്റ്. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കുറച്ചടുത്ത് തന്നെയാണ് സെക്രട്ടേറിയറ്റ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് സൂ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൂവിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി. അപ്പോൾ അതിന് പുറത്ത് ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളമോ പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ചിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇതിനുള്ളിലേക്ക് സൂവിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും അലൗഡ് അല്ല. എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ മിക്സർ, ലൈസ് അതൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് അത് ഒരു പേപ്പർ കവറിലേക്ക് അവരാക്കി തരും. അങ്ങനെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അര കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കുട്ടികളെയും കൊണ്ടുവരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരമണിക്കൂർ നടന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കുന്നിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് അവരുടെ ഒരു സംഭവം ഒട്ടിക്കും. എന്നിട്ട് അതിൽ നമുക്ക് ഒരു 50 രൂപയായിട്ട് എക്സ്ട്രാ അവർ വാങ്ങിക്കും. അപ്പം നമ്മൾ തിരിച്ച് ആ പ്ലാസ്റ്റിക്, ആ 2 പ്ലാസ്റ്റിക് നമ്മളെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ 50 രൂപ റീഫണ്ട് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ആർട്ട് മ്യൂസിയം, അതിന് കുറച്ചപ്പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അത് കണ്ടില്ലേ, ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ലഗേജസൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അങ്ങനെ ധനിഷേട്ടൻ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ അകത്തേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് കാട്ടുപോത്തിനെയാണ്. അപ്പോൾ കാട്ടുപോത്തിനെ നമുക്ക് കാണാം.
സത്യം പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നടക്കണം. അപ്പോൾ ഓരോ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട്, റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് വീണ്ടും യാത്ര ചെയ്തല്ല, വീണ്ടും നടന്ന് ഇരുന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. അങ്ങനെയൊക്കെ നമ്മൾ അവിടുത്തെ പിന്നെ സൂവിൻ്റെ ഓരോരോ കാഴ്ചകളും ആസ്വദിച്ചിങ്ങനെ കണ്ടു. അപ്പോൾ അത് കണ്ടില്ലേ, കരടിക്കുട്ടന്മാർ, 2 കരടിക്കുട്ടന്മാരും നമ്മൾ പോകുമ്പോൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പിന്നെ അവരെല്ലാം മതിയാക്കി, നമ്മൾ ക്യാമറയും കൊണ്ട് പോയതുകൊണ്ട് എല്ലാം മതിയാക്കി. പിന്നെ നമ്മൾ ഹിപ്പോ ചേട്ടൻ നമുക്ക് വേണ്ടി പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും നല്ല രസമുണ്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലത്തെ ഒന്ന് വേണമെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്